ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നേ? പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇവിടെ അടുപ്പത്തിങ്ങനെ ഇരുന്ന് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താണ് ഇത് കണ്ടോ, എൻ്റെ കണ്ണ് കണ്ടോ? പനി ആയത് കാരണം 2 ദിവസം കുളിക്കാതിരുന്നു. എല്ലാവരും പറഞ്ഞ് കുളിക്കാതിരുന്നാൽ പനിയും പെട്ടെന്ന് മാറും എന്നൊക്കെ പറഞ്ഞു. അവർ കണ്ടോ കണ്ണിലൊരു കുരു എന്നെന്താ പറയുന്നത്, ചൂടിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് പനി വന്നിട്ട് കണ്ണിൽ നിന്നേ പണി തന്നു. ഇനിയിപ്പം 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളുമായിരിക്കും. അപ്പം ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ട നമ്മുടെ പുട്ടാണ്. നമുക്ക് പുട്ടെടുക്കാം. ഇന്ന് പുട്ടും എടുക്കാൻ പോവുകയാണേ. അല്ല, എൻ്റെ പുട്ട് ഇതൊക്കെ കണ്ടത് ഞങ്ങൾ കല്യാണം കഴിച്ച് വന്നപ്പോൾ ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ സൂപ്പർവൈസറല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നതാണേ. എനിക്ക് നല്ല സൗകര്യമുണ്ട്, ഇത് പിടിച്ചിങ്ങനെ എടുക്കാനും ഒക്കെ നല്ല സൗകര്യം. അപ്പം നമുക്ക് ഇന്ന് പുട്ട് എടുക്കാം. കിട്ടണല്ലോ, പുട്ട് പൊടിഞ്ഞു പോവോ എന്താ ഇത് എന്ത് പുട്ടാണെന്ന് മനസ്സിലായോ ആൾക്കാർക്ക്? നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാർ ഇത് എന്ത് പുട്ടാണെന്ന്? ഇതാണ് റാഗിപ്പുട്ട്. നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നില്ലേ, അതാണിത്. അവനാണിത് കണ്ടോ, റാഗിപ്പുട്ട്. ഞങ്ങൾ ഈ പൊടി ഇടയ്ക്ക് മേടിക്കും കേട്ടോ. അപ്പം ഈ പുട്ട് ഭയങ്കര വിശേഷകരമായ പുട്ടാണ്. നല്ല അരിപ്പുട്ടിനെ കഴിഞ്ഞും മികച്ചതാണ്. ഞാനൊരു അല്പം അരിപ്പൊടി കൂടി ഇതിൽ കൂടെ ചേർത്ത് കേട്ടോ. അതെന്നു വെച്ച് കഴിഞ്ഞാൽ പൊടി തികഞ്ഞില്ലേ, തീരാറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അല്പം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് അത് കുഴച്ചത്. പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ മാത്രമല്ല, നല്ല അടിപൊളി പുട്ട്, നല്ല സ്മൂത്ത് പുട്ടാണ് കണ്ടോ. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമായി പുട്ട്. ഇത് നല്ല ഹെൽത്തി പുട്ടാണ്. അപ്പോൾ പുട്ടും പഴമാണ്, പഴം കണ്ടല്ല, പുട്ടും പഴമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ചൂടുവെള്ളം. ഞങ്ങൾ ഇങ്ങനെ ചായ ഒന്നും അങ്ങനെ കുടിക്കാറില്ല രാവിലെ. വെച്ച പുട്ടും പഴവും ചൂടുവെള്ളവും. അപ്പം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ പുള്ളിക്കാരൻ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞ്. വന്നപാടെ ഒന്നും കഴിക്കത്തില്ല, കുറച്ച് കഴിഞ്ഞൊക്കെ കഴിക്കത്തുള്ളൂ. ഇച്ചിരി നേരമൊക്കെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സാവകാശമാണ് ഉണ്ടാക്കിയത്, കാരണം ചൂടോടെ കഴിക്കാമല്ലോ. അങ്ങനെ ഇനി എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. പനിയെല്ലാം കുറഞ്ഞ് ഇനി കണ്ടോ, എന്താണെന്നറിയത്തില്ല, ഈ പുതിയ വർഷം തുടങ്ങിയപ്പോൾ അസുഖമാണ്. പനി മാറിയപ്പോൾ ഇതുണ്ടോ കണ്ണ് ഇരിക്കുന്നത് കണ്ടോ. എന്തോ പറയാനാ, അത് മുഖത്തിനൊക്കെ എന്തോ ഒരു ഇതുണ്ട്, ഒരു നീർക്കെട്ട് പോലെ. ഒന്ന് 2 ദിവസം അപ്പുറത്തെ അമ്മ എന്നോട് പറഞ്ഞ് എല്ലാ ദിവസവും കുളിച്ചിട്ടാണ് പനി വരുന്നതെന്ന് പറഞ്ഞ്. അപ്പം 2 ദിവസം കുളിക്കാതിരുന്ന പനി അങ്ങ് തീർത്തും മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ശരിയായിരുന്നു കേട്ടോ. അപ്പം മരുന്ന് കഴിക്കും മാത്രമല്ല, 2 ദിവസം കുളിക്കാതെ തല നനയ്ക്കാതിരുന്നപ്പോൾ പനിയും കുറഞ്ഞ്. പക്ഷേ അന്നേരത്തേക്ക് എനിക്ക് ചൂട്, അതിശക്തമായ ചൂടല്ലേ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഞങ്ങൾ കാപ്പി കുടിക്കട്ടെ എന്നാൽ. പിന്നെ ചൂടോടെ അങ്ങ് കഴിച്ചേക്കാം, പുട്ടിൻ്റെ ചൂട് ആരും പോകണ്ട. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ കഴിക്കട്ടെ പുട്ട്.